ഇന്നത്തെ വചനചിന്ത, പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും ദൈവത്തോട് പറയുക. താങ്കളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അത് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. മറുപടിക്കായി കാത്തിരിക്കുക. ലഭിക്കുവാൻ പോകുന്നത് താങ്കൾ നനച്ചതിലും ഉപരിയായ അനുഗ്രഹമായിരിക്കും. പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും തകർച്ചകളും കടന്നു വരുമ്പോൾ വചനം വായിക്കണം. വചനം ശ്രമിക്കുന്ന താങ്കളോട് സംസാരിക്കുക. വചനം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതും വിവേകവും വിശ്വാസവും വചനം കേട്ടതിനാൽ ലഭിച്ചതുമാണ്. വചനം ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസം ജീവനും ഭക്തിക്കും വേണ്ടത് പ്രദാനം ചെയ്യുന്നു. വിവേകവും വിശ്വാസവും മനുഷ്യർക്ക് അവിശ്വാസം മൂലം നഷ്ടപ്പെടാം. എന്നാൽ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട വചനം മാറ്റമില്ലാതെ തുടരും. വചനം വിശ്വസിക്കുന്നതിന് അത് ജീവൻ്റെ ഉറവയാണ്. ജീവൻ്റെ ജലവും ജീവൻ്റെ അപ്പവുമാണ്. വചനം ശ്രമിക്കുന്ന താങ്കൾ അത് കുടിക്കുമ്പോൾ, ഭക്ഷണവും പാനീയവുമായി ഭക്ഷിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നു. വചനം വിശ്വസിക്കാത്തവരുടെ വിശ്വാസം അസ്ഥിരമാണ്. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അവരുടെ വിശ്വാസം മാനുഷികമാണ്. ഈ ഭൂമിയിൽ കഷ്ടതയുണ്ടെങ്കിലും, തീച്ചുളയുടെ അനുഭവങ്ങളുണ്ടെങ്കിലും, സിംഹക്കുഴിയുടെ അനുഭവങ്ങളുണ്ടെങ്കിലും, കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിലും, പ്രശ്നങ്ങൾ എന്തു സംഭവിച്ചാലും നിത്യത എന്നതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും പ്രത്യാശ. നിത്യതയിൽ പ്രത്യാശ വയ്ക്കുന്നവൻ്റെ വിശ്വാസം ഉറച്ച വിശ്വാസമാണ്. ഭക്തനായ ദാവീദ് വിളിച്ചു പറയും, ഏത് സാഹചര്യത്തിലും എനിക്ക് ആശ്രയിക്കുവാൻ ഒരു പാറയുണ്ട്, അതിൻ്റെ മറവിടത്തിൽ അവൻ എന്നെ മറയ്ക്കും. ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തോട് വിളിച്ചു പറയുന്നു, എൻ്റെ വൈരികൾ എനിക്ക് ചുറ്റും പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. എന്നെ നോക്കി പലരും വിളിച്ചു പറയുന്നു, അവന് ദൈവത്തിങ്കിൽ പോലും രക്ഷയില്ല എന്ന്. ഞാൻ എൻ്റെ കാതുകളിൽ കേൾക്കുമ്പോൾ ഞാൻ സകലരോടും വിളിച്ചു പറയും, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം പാറയുടെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. അവൻ എന്നെ താങ്ങുകയാൽ എനിക്ക് ചുറ്റും വിരോധമായി പാളയമിറങ്ങുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. അവൻ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നുവെന്ന്. ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് വിളിച്ചു പറയുവാൻ സാധിക്കുമോ? വചനം ശ്രമിക്കുന്ന താങ്കളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, താങ്കൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഏതു തന്നെയായാലും തളരാതെ മുന്നോട്ട് പോവുക. വചനം ശ്രമിക്കുന്ന താങ്കളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ താങ്കളുടെ നന്മ ആരും കവരുകയില്ല. ശത്രു ഒരു നാളും താങ്കളെ ജയിക്കുകയില്ല. ദൈവത്തെ മുറുകെ പിടിക്കുക. താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ വരൂ. താങ്കളുടെ വേദനയും തകർച്ചയും നിരാശയും താങ്കൾ ആ അനുഭവങ്ങളിൽ തനിച്ചല്ല. താങ്കളെ മുന്നോട്ട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനു ഭാരപ്പെടണം? അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന്. 2 ദിനവൃത്താന്ത പുസ്തകം 19-ാം അധ്യായം 11-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ, കർത്താവ് നീതിമാൻ്റെ പക്ഷത്തിരിക്കുമെന്ന്. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് താങ്കൾ നനയ്ക്കുന്ന വിഷയങ്ങൾ താങ്കളുടെ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന്. 116-ാം സങ്കീർത്തനം 8-ാം തിരുവചനം വായിക്കുന്നു, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. വചനം ശ്രവിക്കുന്ന താങ്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന യേശു കേട്ട് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. താങ്കളും താങ്കളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. താങ്കളുടെ കഷ്ടകാലത്ത് താങ്കളുടെ മിത്രം പോലും താങ്കളുടെ മുൻപിൽ വാതിലടച്ചേക്കാം. താങ്കൾ ഭയപ്പെടുകയോ കരയുകയോ അരുത്. കർത്താവ് താങ്കൾക്കായി പുതിയൊരു വാതിൽ തുറക്കും. തീർച്ചയായും താങ്കൾ അത് കണ്ട് സന്തോഷിക്കും. കർത്താവ് താങ്കളുടെ കൂടെയുണ്ട്. യേശു താങ്കളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഹന്നയുടെ ജീവിതത്തിൽ ഒത്തിരി നിന്ദയും പരിഹാസവും ഒറ്റപ്പെടൽ അനുഭവം കടന്നു വന്നിരുന്നു. കുത്തുവാക്കുകൾ കേട്ടിരുന്നു. ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയത്തെ തുറന്നു.
മനുഷ്യരാരോടും അവളുടെ ഹൃദയത്തെ തുറന്നില്ല. മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ആശ്വാസമോ സന്തോഷമോ അവൾക്ക് ലഭിച്ചിരുന്നില്ല. എൽക്കാൻ ആശ്വാസ വാക്കുകൾ പറഞ്ഞു. 10 പുത്രന്മാരിൽ ശ്രേഷ്ഠനല്ലയോ ഞാൻ? പിന്നെ എന്തിന് നീ പട്ടിണി കിടക്കുന്നു? പിന്നെ എന്തിന് നീ കരയുന്നുവെന്ന്? എന്നാൽ എൽക്കാനയുടെ ആശ്വാസ വാക്കിൽ നിൽക്കാതെ ദൈവസന്നിധിയിൽ പോയി അവളുടെ സകല കണ്ണുനീരും സകല വേദനകളും സകല ഭാരങ്ങളും അവൾ ഇറക്കി വെച്ചു. കണ്ണുനീരോട് കൂടെ പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അനുഗ്രഹിക്കപ്പെട്ട ശമൂവിന് നൽകുവാനിടയായി. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും ദൈവത്തോട് തുറന്നു പറയുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ കരം വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കും. തക്ക സമയം വർഷങ്ങളാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി കർത്താവ് നൽകുവാനിടയാകും. ആകയാൽ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ കടന്നു വരുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തോട് സകലത് വിളിച്ചു പറയുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.